ഒരു ഡോക്ടറുണ്ട്, സുഹൃത്താണ്. മൂപ്പരേ ഏകദേശം 4-5 ക്ലിനിക്കുകളിൽ പോകുന്നുണ്ട്. രാവിലെ 9 മണിയാകുമ്പോൾ ആദ്യത്തെ ക്ലിനിക്കിലെത്തും. അത് കഴിഞ്ഞ് അടുത്ത ക്ലിനിക്കിലേക്ക് പോകും. ഈ ക്ലിനിക്കിലേക്ക് 9 മണിക്ക് ക്ലിനിക്കിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ മൂപ്പര് പ്രായമായ വാപ്പൻ്റെ വീട്ടിൽ ഈ വാപ്പാനെ ബാത്റൂമിൽ കൊണ്ടുപോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്തി കൊടുത്ത് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ടെടുത്ത് ഉടുപ്പൊക്കെ ഉടുപ്പിച്ച് ഉപ്പാൻ്റെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയായി വിരിച്ചു കൊടുത്ത് ഉപ്പാൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്ത് ഉപ്പയെ ബെഡിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തിട്ട് ആ ക്ലിനിക്കിലേക്ക് വരിക. ക്ലിനിക്കിൽ പേഷ്യൻസ് ഒന്ന് കുറയണ സമയമാകുമ്പോഴത്തേന് പേഷ്യൻസ് ഉള്ള സമയമാണെങ്കിൽ ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കാനുള്ള നേരമാകുമ്പം വണ്ടിയിൽ ഡ്രൈവറുണ്ട്, വീട്ടിൽ പോവും, ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കും. വീണ്ടും ക്ലിനിക്കിൽ വരും, പേഷ്യൻസിനെ നോക്കും. ഉപ്പയെ നോക്കുക, ഉമ്മയെ നോക്കുക എന്ന് പറഞ്ഞൊരു ഭാരമല്ല പ്രിയപ്പെട്ടവരെ. അതില്ലാണ്ട് വരെ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യമല്ലേ? നിങ്ങളാലോചിച്ചൊക്കെ വരെ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ഉമ്മയും ഉപ്പയും. കമലാ സുരയ്യ പറയുന്നുണ്ട്, ഒരു പെണ്ണ് മധ്യവയസ്കയാകുന്നത്, ഒരു സ്ത്രീ മിഡിൽ ഏജിൽ എത്തുന്നത്, മധ്യവയസ്കയാകുന്നത് അവളുടെ മുഖത്ത് ചുളിവുകൾ വരുമ്പോഴോ അവളുടെ മുടിയിഴയിൽ നര വരുമ്പോഴോ അല്ല, മുടി നരയ്ക്കുമ്പോഴോ മുഖത്ത് ചുളിവുകൾ വരുമ്പോഴോ അല്ല, അവളുടെ മക്കൾ അവളെ ഒറ്റപ്പെടുത്തുമ്പോഴാണ്, അവളുടെ മക്കൾ അവളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് എന്ന്. ശരിയല്ലേ? കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ അകലാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രായമായി വയസ്സായി എന്നുള്ള തോന്നൽ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഏത് പ്രാർത്ഥന? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പഠിച്ചോനെ, ചെറുപ്പകാലങ്ങളിൽ എങ്ങനെയാണോ എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ സംരക്ഷിച്ചത്, പരിചരിച്ചത്, സ്നേഹിച്ചത്, ലാളിച്ചത്, അതുപോലെ നീ അവരെയും സംരക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളും അത് പ്രാർത്ഥിക്കും. അത് നമുക്കുള്ള ഒരു ചൂണ്ടുവിരൽ കൂടിയാണ്. നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണോ നമ്മൾ അമ്മയും അപ്പയും നമ്മളെ സംരക്ഷിച്ചത്, എങ്ങനെയാണോ നമ്മൾ നമ്മളെ മക്കളെ സംരക്ഷിച്ചത്, അതുപോലെ പോസിറ്റീവ് പാരന്റിങ് കൊടുത്താൽ, നല്ല പാരന്റിങ് കൊടുത്താൽ നല്ലത് വരണേ എന്നാണ് പറയണത്. നെഗറ്റീവ് പാരന്റിങ് ആണെങ്കിലോ പഠിച്ചവനും നമ്മളോട് നെഗറ്റിവിറ്റി തന്നെ കാണിക്കണേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ആലോചിക്കണം അല്ലേ, പഠിച്ചവനത് തിരിഞ്ഞു കുത്തുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കുട്ടിക്ക് നമ്മൾ മനോഹരമായ പാരന്റിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല രക്ഷാകർതൃത്വം നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓൻ്റെ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കും, ഇല്ലെങ്കിലും കേൾക്കും. ഒരുപക്ഷെ അത് നമുക്ക് നന്മ നിറഞ്ഞതാവണോ തിന്മ നിറഞ്ഞതാവണോ എന്ന് നമ്മുടെ തീരുമാനം മാത്രമാവേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മകളാവാൻ ഞാൻ ശ്രമിക്കുക.